മോർണിംഗ് ഓൾ ഓഫ് യു. എൻ്റെ പേര് റമീസ്. ഞാൻ അക്കാദമിക് ഗ്രൂപ്പിലെ ഹിസ്റ്ററി വിഷയം എടുക്കുന്ന അധ്യാപകനാണ്. അപ്പോൾ ഹിസ്റ്ററി എന്ന വിഷയം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികളിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ആ വിഷയത്തോടും ചെറിയൊരു മടുപ്പുണ്ടാകും. എന്നാൽ ആ മടുപ്പെല്ലാം മാറ്റി വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഈ വിഷയത്തെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദ റവല്യൂഷൻ ദാറ്റ് ഇൻഫ്ലുവൻസഡ് ദി വേൾഡ് എന്ന് വെച്ചാൽ ലോകത്തെ സ്വാധീനിച്ചിട്ടുള്ള വിപ്ലവങ്ങൾ എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു റവല്യൂഷൻ ആയിട്ടുള്ള ഫ്രഞ്ച് റവല്യൂഷൻ അഥവാ ഫ്രഞ്ച് വിപ്ലവം. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ, ഫ്രഞ്ച് റവല്യൂഷൻ. അപ്പോൾ ശ്രദ്ധിക്കാം, ഈ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഓട്ടോക്രാറ്റിക് റൂൾ എന്ന് വെച്ചാൽ ഏകാധിപത്യ ഭരണം. അപ്പോൾ ശ്രദ്ധിക്കാം, the French Revolution was mainly against the autocratic rulers in France from 17th to the 18th century. എന്ന് വെച്ചാൽ 17ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ ഫ്രാൻസ് ഭരിച്ചിരുന്ന ഏകാധിപത്യ ഭരണാധികാരികൾക്കെതിരായിട്ടായിരുന്നു ഫ്രഞ്ച് വിപ്ലവം നടന്നിരിക്കുന്നത്. ഓക്കെ, the rulers in France, they were autocratic rulers, and the rulers in France, they were scholars. അപ്പോൾ ഫ്രാൻസിലെ റൂളേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് ഫാക്ടേഴ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം, ഇപ്പോൾ ഫ്രാൻസിലെ റൂളേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ട് ഫാക്ടേഴ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഓട്ടോക്രാറ്റിക് റൂളേഴ്സ് എന്ന് വെച്ചാൽ ഫ്രാൻസിലെ ഭരണാധികാരികൾ ഏകാധിപത്യ ഭരണാധികാരികളായിരുന്നു. Then second one, the rulers were scholars എന്ന് വെച്ചാൽ ഫ്രാൻസിലെ ഭൂരിഭാഗം ഭരണാധികാരികൾ ധൂർത്തന്മാരായിരുന്നു. ഇതാണ് ഫ്രാൻസ് ഭരിച്ചിരുന്ന 17-18 നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ ഫ്രാൻസ് ഭരിച്ചിരുന്ന ഭരണാധികാരികളുടെ രണ്ട് പ്രത്യേകതകൾ. ഫസ്റ്റ് വൺ, they were autocratic rulers എന്ന് വെച്ചാൽ ഫ്രാൻസിലെ ഭരണാധികാരികൾ ഭൂരിഭാഗവും ഏകാധിപത്യ ഭരണാധികാരികളായിരുന്നു. ആൻഡ് സെക്കൻഡ് വൺ, the rulers were scholars എന്ന് വെച്ചാൽ അവർ ആഡംബര ജീവിതം അല്ലെങ്കിൽ ദൂരത്തടിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരികൾ. Okay, and the following statement showing the plights of the common people in French society. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് അല്ലെങ്കിൽ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് ഫ്രാൻസിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ദുരവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ കഷ്ടപ്പാടിനെ കുറിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ലൈൻ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി എടുക്കേണ്ടതാണ്. ശ്രദ്ധിക്കാം, ഇൻ ഫ്രാൻസ് 9 out of 10 of the population died of hunger and 1 out of 10 of the population died of indigestion. Okay, നമുക്ക് പറയാണ്, in France 9 out of 10 of the populations died of hunger and 1 out of 10 of the populations died of indigestion. Okay, from this statement we can clear that the majority of people in France, they live in misery life, and minority including their rulers, they live a luxurious and extravagant life. എന്ന് വെച്ചാൽ ഫ്രാൻസിൽ ഭൂരിഭാഗം ജനങ്ങൾ എന്ന് വെച്ചാൽ 9 out of 10 of the population എന്ന് വെച്ചാൽ 10ൽ 9 ആൾക്കാർ എന്ന് വെച്ചാൽ ഫ്രാൻസിലെ ഭൂരിഭാഗം ജനങ്ങളും ഇവരുടെ ജീവിതം എന്ന് പറയുകയാണെങ്കിൽ വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതമായിരിക്കും. ആൻഡ് 1 out of 10 of the population എന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ വിഭാഗം ആൾക്കാർ ഇൻക്ലൂഡിംഗ് their rulers അവരുടെ ഭരണാധികാരികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ they live luxurious and extravagant life എന്ന് വെച്ചാൽ ഫ്രാൻസിലെ വളരെ കുറഞ്ഞ വിഭാഗം എന്ന് വെച്ചാൽ എസ്പെഷ്യലി അവരുടെ റൂളേഴ്സ് ഉൾപ്പെട്ടിരിക്കുന്ന വിഭാഗം ആൾക്കാർ ഇവരുടെ ജീവിതം എന്ന് വെച്ചാൽ ആഡംബരവും അതുപോലെ തന്നെ ദൂർത്തടിച്ചതുമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. It was showing the social and economic inequalities that existed in French society in the 18th century. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഫ്രാൻസിൽ നിലവിലിരുന്ന അല്ലെങ്കിൽ ഫ്രാൻസിൽ ഉണ്ടായിരുന്ന സാമൂഹികവും അതുപോലെ തന്നെ സാമ്പത്തികവുമായിട്ടുള്ള ഒരു അസമത്വത്തെ കുറിച്ചാണ് നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, in France 9 out of 10 of the populations died of hunger and 1 out of 10 of the populations died of indigestion. എന്ന് വെച്ചാൽ ഫ്രാൻസിൽ 10ൽ 9 പേരും ദാരിദ്ര്യം കൊണ്ട് മരിക്കുമ്പോൾ ആ ഒരു വ്യക്തി 1 out of 10 of the population
ഡയറ്റ് ഓഫ് ഇൻഡൈജഷൻ. അദ്ദേഹം ദഹനക്കേട് കൊണ്ടാണ് മരിക്കുന്നത്. എന്ന് വെച്ചാൽ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് അമിതമായത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മരണപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. The French society was divided into three stratas on the basis of the powers and wealth of the people. It was came to be known as estate. എന്ന് വെച്ചാൽ ഫ്രാൻസിലെ ജനങ്ങളുടെ അധികാരത്തിന്റെയും അതുപോലെ തന്നെ അവരുടെ സമ്പത്തിന്റെയും അടിസ്ഥാനത്തിൽ ഫ്രാൻസിലെ ജനങ്ങളെ പ്രധാനമായിട്ടും 3 തട്ടുകളായി തരംതിരിക്കുന്നുണ്ട്. അതിനെ നമ്മൾ പറഞ്ഞിരിക്കുന്ന പേരാണ് എസ്റ്റേറ്റ്. ശ്രദ്ധിക്കാം. The French society was divided into 3 stratas on the basis of powers and wealth of the people. It was came to be known as the estate. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കേണ്ട അല്ലെങ്കിൽ ഈ ഒരു പോർഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് എസ്റ്റേറ്റ് ഇൻ ഫ്രഞ്ച് സൊസൈറ്റി. ഫ്രഞ്ച് സമൂഹത്തിലെ എസ്റ്റേറ്റുകൾ. അപ്പോൾ ഫ്രഞ്ച് സമൂഹത്തിലെ ജനങ്ങളെ അവരുടെ അധികാരത്തിന്റെയും അതുപോലെ തന്നെ സമ്പത്തിന്റെയും അടിസ്ഥാനത്തിൽ 3 തട്ടുകളായി തരംതിരിക്കുന്നുണ്ട്. ആ തട്ടുകളെ, ആ ലെയേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എസ്റ്റേറ്റ്സ്. അപ്പോൾ നമുക്കിവിടെ പ്രധാനമായിട്ടും 3 എസ്റ്റേറ്റുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഫ്രഞ്ച് സമൂഹത്തിലെ 3 എസ്റ്റേറ്റുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ എസ്റ്റേറ്റ് ക്ലർജി എന്ന് വെച്ചാൽ അതിന്റെ മലയാളമാണ് പുരോഹിതന്മാർ. നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. എന്ന് വെച്ചാൽ ഈ ക്രിസ്ത്യൻ പള്ളികളിലെല്ലാം ഉണ്ടായിരിക്കുന്ന, പള്ളിയിലെ നമ്മളെ ആരാധന കർമ്മങ്ങളെല്ലാം ചെയ്യുന്ന ആൾക്കാർ, അച്ഛന്മാർ, നമ്മൾ പറയുന്ന പേരാണ് പുരോഹിതന്മാർ. ഇവർ തന്നെയാണ് ഒന്നാമത്തെ സ്റ്റേറ്റ് ആയിട്ടുള്ള ക്ലർജി. Then second one nobility എന്ന് വെച്ചാൽ പ്രഭുക്കന്മാർ, ലാൻഡ് ലോർഡ്സ്, ഭൂപ്രഭുക്കന്മാരെയാണ് ഇവിടെ nobility എന്ന് പറഞ്ഞിരിക്കുന്നത്. Then third one middle class, മധ്യവർഗം എന്ന് വെച്ചാൽ ഈ 2 വിഭാഗമല്ലാതെ ബാക്കി വന്നിരിക്കുന്ന എല്ലാ കാറ്റഗറിയെയും നമ്മൾ പറയുന്ന പേരാണ് മിഡിൽ ക്ലാസ്. അപ്പൊ ഇവരെ കുറിച്ചാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പൊ ഫ്രഞ്ച് സമൂഹത്തിലെ 3 എസ്റ്റേറ്റുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1 ക്ലർജി, പുരോഹിതന്മാര്, 2 നൊബിലിറ്റി, പ്രഭുക്കന്മാര്, 3 മിഡിൽ ക്ലാസ്, മധ്യവർഗം. നമുക്ക് സാധാരണ ഈ 4 മാർക്കിന്റെ എല്ലാം ക്വസ്റ്റ്യൻ ആയി ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ദ എസ്റ്റേറ്റ്സ് ഇൻ ഫ്രഞ്ച് സൊസൈറ്റി. അപ്പൊ ശ്രദ്ധിക്കുക, അതിൽ ഒന്നാമത്തെ എസ്റ്റേറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലർജി. ആരാണ് ഈ ക്ലർജി? അതാണ് നമുക്ക് പറയുന്നത്. Okay, the clergy means who conducted the religious worship and spiritual functions in a church. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചർച്ചുകളിൽ, എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ പള്ളികളിൽ ആരാധന കർമ്മങ്ങളും അതുപോലെ തന്നെ മറ്റു പ്രാർത്ഥനകളും എല്ലാം നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നടത്തുന്ന വ്യക്തിയെ നമ്മൾ പറയുന്ന പേരാണ് ക്ലർജി അഥവാ പുരോഹിതന്മാർ. ഓക്കെ, അപ്പൊ ഈ ക്ലർജിയുമായി കണക്ട് ചെയ്യുന്ന 4 കാര്യങ്ങളാണ് നമുക്ക് ഈ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. The first one, the clergy, they held the vast land in French society. അപ്പൊ ക്ലർജിയുമായി കണക്ട് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. The clergy, they held the vast lands in French society. എന്ന് വെച്ചാല് ഈ പുരോഹിതന്മാരുടെ അല്ലെങ്കിൽ ക്ലർജിയുടെ കൈവശം വിശാലമായിട്ടുള്ള അല്ലെങ്കിൽ ധാരാളം ഭൂമി ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സാധാരണക്കാരുടെ കയ്യിലുള്ള ഭൂമിയൊക്കെ ഇവര് കളക്ട് ചെയ്തുകൊണ്ട് ഇവരുടെ കയ്യിൽ ധാരാളം ഭൂമി ഉണ്ടായിരുന്നു. And they collected a land tax from the farmers called tithe. അത് മാത്രമല്ല ഈ ക്ലർജി ഇവര് ഫാമേഴ്സിൽ നിന്നും അല്ലെങ്കിൽ കർഷകരിൽ നിന്നും ഒരു ഭൂനികുതി കളക്ട് ചെയ്യുന്നുണ്ട്. ആ ഭൂനികുതിയുടെ പേരാണ് tithe. ഓക്കെ, അപ്പൊ ക്ലർജി കർഷകരിൽ നിന്നും കളക്ട് ചെയ്തിരിക്കുന്ന, ശ്രദ്ധിക്കുക, ക്ലർജി ഇവര് ശ്രദ്ധിക്കുക, ക്ലർജി അഥവാ പുരോഹിതന്മാര് ഇവര് കർഷകരിൽ നിന്നും കളക്ട് ചെയ്തിരിക്കുന്ന ലാൻഡ് ടാക്സിനെ വിളിച്ചിരിക്കുന്ന പേരാണ് tithe. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, the clergy they held the vast land. എന്ന് വെച്ചാൽ പുരോഹിതന്മാരുടെ കൈവശം ധാരാളം ഭൂമി ഉണ്ടായിരുന്നു. And they collected a land tax from the farmers called tithe. അത് മാത്രമല്ല കർഷകരിൽ നിന്ന് ഇവർ tithe എന്ന പേരിലുള്ള ഒരു നികുതി ശേഖരിച്ചിരിക്കുന്നു. And they are exempted from all the taxes of the government. അത് മാത്രമല്ല ഗവൺമെന്റിന്റെ എല്ലാ തരം നികുതികളിൽ നിന്നും ഈ പറഞ്ഞിരിക്കുന്ന ക്ലർജി അഥവാ പുരോഹിതന്മാരെ ഒഴിവാക്കിയിരുന്നു. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, they are exempted from all the taxes which imposed by the government. ഗവൺമെന്റ് ചുമത്തിയിരിക്കുന്ന എല്ലാ തരം നികുതികളിൽ നിന്നും ഗവൺമെന്റ് പുരോഹിത വിഭാഗത്തെ ഒഴിവാക്കി കൊടുത്തു.
and they control the highest positions in the administration and the military section. അതുമാത്രമല്ല രാജ്യത്തിന്റെ ഭരണത്തിലാണെങ്കിലും അതുപോലെ തന്നെ സൈന്യത്തിലാണെങ്കിലും ഉയർന്ന പദവികളെല്ലാം ഈ പുരോഹിത വർഗം നിയന്ത്രിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ക്ലർജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന 4 ഫാക്ടേഴ്സുകൾ. Then first one മൂടി നോക്കാം. They held the vast land, എന്ന് വെച്ചാൽ പുരോഹിതന്മാരുടെ കയ്യിൽ ധാരാളം ഭൂമി ഉണ്ടായിരുന്നു. And they collected a land tax from the farmers called tithe. അത് മാത്രമല്ല ഇവർ കർഷകരിൽ നിന്നും തിഥ എന്ന പേരിലുള്ള ഒരു നികുതി പിരിച്ചെടുത്തിരുന്നു. And they are exempted from all the taxes which imposed by the government. കൂടാതെ ഗവൺമെന്റ് ചുമത്തിയിരിക്കുന്ന എല്ലാത്തരം നികുതികളിൽ നിന്നും ഗവൺമെന്റ് ഈ പുരോഹിത വിഭാഗത്തെ ഒഴിവാക്കി. And they control the highest positions in the administration and the military section. അത് മാത്രമല്ല രാജ്യത്തിന്റെ ഭരണത്തിലാണെങ്കിലും സൈന്യത്തിലാണെങ്കിലും ഉയർന്ന പദവികൾ ഈ പുരോഹിതന്മാരുടെ കയ്യിലായിരുന്നു നിലവിലുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ് ആയിരുന്ന ക്ലർജി. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റിലേക്ക് പോകാം. The second one, nobility, എന്ന് വെച്ചാൽ പ്രഭുക്കന്മാർ, ലാൻഡ് ലോർഡ്സ് ഓർ ഫ്യൂഡൽസ്. ഭൂപ്രഭുക്കന്മാർ അല്ലെങ്കിൽ എന്താണ് ജന്മിമാർ. ഇതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ് ആയിട്ടുള്ള നൊബിലിറ്റി. അപ്പൊ ഈ നൊബിലിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ നൊബിലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ഫാക്ടേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കാം. The nobility, they are engaged in the military service. എന്ന് വെച്ചാൽ രാജ്യത്തെ സൈനിക സേവനം അനുഷ്ഠിച്ചിരുന്ന ഒരു വിഭാഗം ആൾക്കാരായിരുന്നു നൊബിലിറ്റി. എന്ന് വെച്ചാൽ നൊബിലിറ്റിയുടെ കൈവശവും മിലിറ്ററി നിലവിലുണ്ടായിരുന്നു. And they collected various taxes from the farmers. എന്ന് വെച്ചാൽ കർഷകരിൽ നിന്ന് വിവിധ തരം നികുതികളെ ഇവരെ പിടിച്ചെടുത്തിരുന്നു. And they made farmers work without any wages. എന്ന് വെച്ചാൽ ഫാമേഴ്സിനെ കൊണ്ട് അവർക്ക് കൂലിയൊന്നും കൊടുക്കാതെ അവരെ അടിമകളെ പോലെ പണിയെടുപ്പിച്ചു. And they are exempted from all the taxes of the government. അത് മാത്രമല്ല പുരോഹിതന്മാരെ പോലെ തന്നെ പ്രഭുക്കന്മാരെയും എല്ലാതരം നികുതികളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. And they led the luxurious life. എന്ന് വെച്ചാൽ ഇവരുടെ ജീവിതം എന്ന് പറയുകയാണെങ്കിൽ വളരെ ആഡംബരം നിറഞ്ഞ ജീവിതമായിരുന്നു. And they also held the vast lands in French society. അത് മാത്രമല്ല ഫ്രഞ്ച് സമൂഹത്തിൽ പുരോഹിതന്മാരെ പോലെ തന്നെ പ്രഭുക്കന്മാരും ധാരാളം ഭൂമി കൈവശം വെച്ചിരുന്നു. അപ്പൊ ഇത്രയുമാണ് നമുക്ക് നൊബിലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കാനുള്ള 6 ഫാക്ടേഴ്സ്. അപ്പൊ ഒന്നുകൂടി പറയാണ്, ശ്രദ്ധിക്കുക. The first one, they engaged in the military services. എന്ന് വെച്ചാൽ രാജ്യത്ത് സൈനിക സേവനം അനുഷ്ഠിച്ചിരുന്ന വിഭാഗമായിരുന്നു നൊബിലിറ്റി. And they collected various taxes from the farmers. കർഷകരിൽ നിന്നും പല തരത്തിലുള്ള നികുതികൾ ഇവർ പിരിച്ചെടുത്തിരുന്നു. And they made farmers work without any wages. എന്ന് വെച്ചാൽ കർഷകരെ അവർക്ക് കൂലിയും ശമ്പളവും ഒന്നും കൊടുക്കാതെ അവരെ അടിമകളെ പോലെ പണിയെടുപ്പിച്ചു. And they are exempted from all the taxes of the government. കൂടാതെ ഗവൺമെന്റിന്റെ എല്ലാ തരം നികുതികളിൽ നിന്നും ഇവരെയും ഒഴിവാക്കി കൊടുത്തു. And they led luxurious life. കൂടാതെ ഇവരുടെ ജീവിതം എന്ന് പറയുകയാണെങ്കിൽ വളരെ ആഡംബരപൂർവ്വമായിട്ടുള്ള ജീവിതമായിരുന്നു. And they also held the vast lands in French society. കൂടാതെ ഇവരുടെ കൈവശവും ധാരാളം ഭൂമി ഉണ്ടായിരുന്നു. ഇതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ് ആയിട്ടുള്ള നൊബിലിറ്റി. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ള തേർഡ് കാറ്റഗറി, മൂന്നാമത്തെ സ്റ്റേറ്റ് ആണ് മിഡിൽ ക്ലാസ് ഓർ മധ്യവർഗം. ഓക്കെ, അപ്പൊ ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുകയാണെങ്കിൽ അതിൽ ധാരാളം കാറ്റഗറി ഉൾക്കൊള്ളുന്നുണ്ട്. എന്ന് വെച്ചാൽ the middle class included the writers, traders, lawyers, teachers, bankers, officials, farmers and craftsmen. They all belong in third category, middle class. Okay, in middle class il പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വൺ lawyers, വക്കീലന്മാർ, traders, കച്ചവടക്കാർ, writers, എഴുത്തുകാർ, ടീച്ചേഴ്സ്, അധ്യാപകർ, ബാങ്കേഴ്സ് ആൻഡ് ഒഫീഷ്യൽസ്, മറ്റു ഉദ്യോഗസ്ഥന്മാർ, ഫാമേഴ്സ്, കർഷകർ ആൻഡ് ക്രാഫ്റ്റ്മെൻ, കരകൗശല തൊഴിലാളികൾ. ഇതെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് മിഡിൽ ക്ലാസ് അഥവാ മധ്യവർഗം. അപ്പൊ ഇവർ സമൂഹത്തിൽ ഏറ്റവും താഴെ തട്ടിലുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവരുമായി കണക്ട് ചെയ്യുന്ന 4 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. The first one, they have no role in the administration. എന്ന് വെച്ചാൽ രാജ്യത്തിന്റെ ഭരണത്തിൽ അല്ലെങ്കിൽ ഭരണകാര്യങ്ങളിൽ ഈ മിഡിൽ ക്ലാസ്സിന് യാതൊരു അവകാശവുമില്ല. And they also paid a land tax to the government called tithe. മിഡിൽ ക്ലാസ്
ഗവൺമെന്റിന് കൊടുക്കേണ്ട നികുതിയുടെ പേരാണ് ടൈല്. ഓക്കെ, ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, they have no role in the administration. ഭരണകാര്യങ്ങളിൽ ഇവർക്ക് യാതൊരു അധികാരവും ഇല്ലായിരുന്നു. And they pay a land tax to the government called tile. And they have low social status. അവർക്ക് വളരെ താഴ്ന്ന സാമൂഹിക പദവി മാത്രമായിരുന്നു കൊടുത്തിരിക്കുന്നത്. And they also paid a land tax to the nobility and clergy. എന്ന് വെച്ചാൽ ഗവൺമെന്റിന് പുറമെ പ്രഭുക്കന്മാർക്കും അതുപോലെ തന്നെ പുരോഹിതന്മാർക്കും കൂടി ഈ മിഡിൽ ക്ലാസ് നികുതി കൊടുക്കണമായിരുന്നു. അപ്പൊ ഇത്രയുമാണ് മിഡിൽ ക്ലാസ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് വൺ, they have no role in the government administration and they pay a land tax to the government called tile, and they have low social status. Then last one, they also pay a land tax to the government and nobility clergy. Okay, അപ്പൊ ഇത്രയുമാണ് ഫ്രഞ്ച് സൊസൈറ്റിയിലെ 3 എസ്പെക്ട്.